നഗ്നരായി കിടന്നുറങ്ങാമോ? പ്രത്യേകിച്ചും സ്ത്രീകൾ. അതിലെന്താണ് തെറ്റ്? ഉഷ്ണകാലങ്ങളിൽ അല്പം ആശ്വാസത്തിനു വേണ്ടി അടച്ചുറപ്പുള്ള മുറിയിൽ വിവസ്ത്രരായി കിടക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവാം. വാതിലുകൾ അടച്ചിട്ടാണെങ്കിലും വസ്ത്രമഴിച്ചുറങ്ങുന്നത് തെറ്റ് തന്നെയാണെന്ന് ശാസ്ത്രവും പറയുന്നു. ശാസ്ത്രം എന്തു പറയുന്നു എന്നറിയുന്നതിന് മുമ്പേ പൗരാണികർ എന്തു പറഞ്ഞിരുന്നു എന്നറിയണ്ടേ? വാതിലുകൾ അടച്ചിട്ടാലും അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ചെറു സുഷിരത്തിൽ കൂടിയോ മേൽക്കൂരയിലെ ചെറിയ വിടവിൽ കൂടിയോ സ്ത്രീകൾ കിടക്കുന്ന മുറിയിൽ, പ്രത്യേകിച്ചും കന്യകമാരുടെ കിടപ്പറയിൽ ഗന്ധർവന്മാർ പ്രവേശിക്കുമെന്നായിരുന്നു പഴയകാല വിശ്വാസം. ഇങ്ങനെ പ്രവേശിക്കുന്ന ഗന്ധർവൻ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകും. മാത്രമല്ല, വിവസ്ത്രയായി കിടക്കുന്ന സ്ത്രീയെ പ്രാപിക്കാനും ഗന്ധർവൻ തയ്യാറാകുമത്രേ. ഇതാണ് അന്നും ഇന്നും നിലനിന്നു പോരുന്ന, തലമുറകൾ കൈമറഞ്ഞു പോന്നിരുന്ന ഒരു വിശ്വാസം. എന്നാൽ ഇതൊക്കെ അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ വസ്ത്രമഴിച്ചുറങ്ങരുതെന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നു. പ്രകൃതിയിൽ, പ്രത്യേകിച്ചും രാത്രിയിൽ ഉണ്ടാകുന്ന രാസമാറ്റം നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള രാസമാറ്റം വിവസ്ത്രരായി കിടന്നുറങ്ങുന്നവരുടെ ജനനേന്ദ്രിയങ്ങളെ കൂടുതൽ ബാധിക്കാൻ ഇടയുണ്ടെന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നു. അതുപോലെ നെഞ്ചിൽ കൈകെട്ടി കിടന്നുറങ്ങരുതെന്നും ശാസ്ത്രം പറയുന്നു. മുതിർന്നവർക്കിടയിൽ പോലും ഇത്തരത്തിൽ നെഞ്ചിൽ കൈകെട്ടി ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഹൃദയചലനത്തെയാണ് അത് ബാധിക്കുക. ഹൃദയത്തിന് പുറത്ത് അമിതമായ സമ്മർദ്ദമേൽപ്പിക്കാനേ ഈ കൈകെട്ടൽ ഉപകരിക്കും. ഇത് കാരണം ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം നേരിട്ടേക്കാം. ഇത്തരത്തിൽ നെഞ്ചിൽ കൈകെട്ടി ഉറങ്ങുന്നവരിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു.